ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ ഇപ്രകാരം പറയുന്നുണ്ട്: വിശുദ്ധ കുർബാന ജീവൻ്റെ അപ്പമാണ്. അത് വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ സ്വീകരിക്കുന്നവന് ക്രിസ്തുവിൻ്റെ പ്രതിച്ഛായയായി രൂപപ്പെടുന്നു. ക്രിസ്തുവിലത്രയും സ്നേഹം നിറഞ്ഞവരെ, ആണ്ടുവട്ടത്തിലെ 19ാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ഒന്നാമത്തെ വായനയിലൂടെ ദൈവത്തിൻ്റെ മലയായ ഹോറബിലേക്ക് യാത്ര പുറപ്പെടുന്ന ഏലിയ പ്രവാചകനെ നാം കാണുന്നുണ്ട്. യാത്രാമധ്യേ ക്ഷീണിച്ച് തളർന്ന പ്രവാചകന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന ദൈവദൂതനെയും നാം ദർശിക്കുന്നുണ്ട്. ഭക്ഷണം കഴിച്ച് ശക്തി പ്രാപിച്ച് അദ്ദേഹം ദൈവത്തിൻ്റെ മലയിലും എത്തിച്ചേരുന്നു. രണ്ടാമത്തെ വായനയിൽ നാം ദർശിക്കുന്നത്: നിങ്ങൾ ക്രിസ്തുവിനെ അനുകരിക്കുന്നവരാകുവിൻ, ക്രിസ്തു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ വർത്തിക്കുവിൻ എന്നൊരു ആഹ്വാനമാണ് എഫേസ്യസുകാരുടെ ലേഖനത്തിലൂടെ നാം കാണുന്നത്. ഇന്നത്തെ സുവിശേഷം നാം ധ്യാനിക്കുമ്പോൾ ക്രിസ്തു താൻ ജീവൻ്റെ അപ്പമാണെന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വായിച്ചു കേട്ടതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്നത്തെ സുവിശേഷവും കടന്നു പോകുന്നത്. എന്നും നിലനിൽക്കുന്നതും നിത്യജീവൻ നൽകുന്നതുമായ അപ്പമാണ് ക്രിസ്തുവെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ വചനഭാഗങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്ന ഒരു ക്ഷണക്കത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. ക്രിസ്തുവിനെ അനുകരിച്ച് ജീവൻ്റെ അപ്പമായി തീരുവാനുള്ള ഒരു വലിയ ക്ഷണക്കത്ത്. എന്നും നിലനിൽക്കുന്ന ജീവൻ തരുന്ന അപ്പമാണ് ക്രിസ്തു. തൊടുന്നിടങ്ങളിലൊക്കെ സൗഖ്യവും പറയുന്ന വാക്കുകളിലൊക്കെ നിത്യജീവനും അവൻ നൽകിയിരുന്നു. ഇങ്ങനെയുള്ള ജീവൻ്റെ അപ്പമായി തീരുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. 1988 രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം 50 വർഷം പിന്നിടുമ്പോൾ ആരും അന്നേവരെ അറിഞ്ഞിട്ടില്ലാത്തൊരു സംഭവം ഒരു സ്ക്രാപ്പ് ബുക്കിലൂടെ ലോകത്തിന് വെളിപ്പെട്ടു. ആ സ്ക്രാപ്പ് ബുക്കിൽ കണ്ടത് 669 കുട്ടികളുടെ പേര് വിവരങ്ങളും അവരുടെ മാതാപിതാക്കളുടെ പേരും അവരെ ദത്തെടുത്ത മാതാപിതാക്കളുടെ അഡ്രസ്സുമാണ്. പറഞ്ഞു വരുന്നത് സർ നിക്കോളാസ് വിൻസ്റ്റൺ എന്ന വ്യക്തിയെക്കുറിച്ചാണ്. ചെക്കോസ്ലാവിക്കയിൽ നാസികൾ അവരുടെ ക്രൂരതകൾ അഴിച്ചുവിട്ട് പല ഭാഗങ്ങളും കീഴടക്കിയപ്പോൾ അവിടെ നിന്നും നിക്കോളാസ് എന്ന മനുഷ്യൻ രക്ഷിച്ചത് 669 കുട്ടികളുടെ ജീവിതമാണ്. 8 ട്രെയിനുകളിലായിട്ട് അദ്ദേഹം ഇവരെ ഇംഗ്ലണ്ട് വരെ എത്തിച്ചു. അവർക്ക് പുതിയൊരു ഭവനം നൽകി. അണഞ്ഞു പോകാമായിരുന്ന അവരുടെ ജീവിതത്തിന് ജീവൻ നൽകി. ഒത്തിരി സഹനങ്ങളും കഷ്ടതകളും അദ്ദേഹം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആ കുരുന്നുകൾക്ക് ഈ മനുഷ്യൻ ജീവൻ്റെ അപ്പമായി തീർന്നു. പ്രിയമുള്ളവരെ, ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ജീവൻ്റെ അപ്പമായി തീരുവാൻ നമുക്കും സാധിക്കില്ലേ? എന്നും ദിവ്യബലിയിൽ പങ്കെടുക്കുന്നവരാണ്, എന്നും ജീവൻ്റെ അപ്പത്തെ സ്വീകരിക്കുന്നവരാണ്. എന്നിട്ടും എന്തുകൊണ്ട് നമുക്ക് ജീവൻ്റെ അപ്പമായി തീരുവാൻ സാധിക്കുന്നില്ല? പലപ്പോഴും വിശ്വാസത്തോടു കൂടെ ഒരുങ്ങി ഈശോയെ സ്വീകരിച്ച നാളുകൾ ഒത്തിരി ആയിട്ടുണ്ടാകാം. ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്ക് സമയം കണ്ടെത്തുന്നത് പോലെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതലായി സമയം ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദിവ്യകാരുണ്യത്തിലൂടെ നമ്മിലേക്ക് ഇറങ്ങി വരുന്ന ഈശോയെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടെ സ്വീകരിക്കുവാനും ഈശോയെ അങ്ങിൽ ഒന്നായിത്തീരുവാൻ അനുഗ്രഹിക്കണമെന്ന പ്രാർത്ഥനയും എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടാകണം. അങ്ങനെ ഈശോയുമായി ഒന്നായിത്തീരുമ്പോൾ മാത്രമേ നമുക്കും ജീവൻ്റെ അപ്പമായി തീരുവാൻ സാധിക്കുകയുള്ളൂ. വാക്കുകളിൽ സാന്ത്വനവും പ്രവൃത്തിയിൽ സന്തോഷവും കൊടുക്കുന്ന ജീവൻ്റെ അപ്പമായി തീരുവാൻ നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലുമൊക്കെ ഈശോയെ അനുകരിക്കുവാൻ നമുക്ക് പറ്റണം. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണെന്ന് ക്രിസ്തുനാഥൻ പറഞ്ഞു വയ്ക്കുമ്പോൾ നിൻ്റെ പ്രിയപ്പെട്ടവർക്കും കൂടെയുള്ളവർക്കും ജീവനുണ്ടാകുവാനും അത് നിലനിൽക്കുവാനും നീ എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്? നിൻ്റെ സമയം, നിൻ്റെ കഴിവ്, നിൻ്റെ സമ്പത്ത്, നിന്നെ തന്നെ പൂർണ്ണ ഹൃദയത്തോടുകൂടെ പങ്കുവയ്ക്കുന്നിടത്ത് മാത്രമാണ് സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ജീവൻ നിലനിൽക്കുകയുള്ളൂ. പൂർണ്ണ ഹൃദയത്തോടുകൂടെ പങ്കുവയ്ക്കുവാനുള്ള മനസ്സുള്ളവരാണ് നാം എന്ന് പലയാവർത്തി തെളിയിച്ചവരാണ്. 2018 വെള്ളപ്പൊക്കമുണ്ടായപ്പോഴും വയനാട്ടിലുമൊക്കെ സേവനമനുഷ്ഠിക്കുന്ന മനുഷ്യർ ഇതിന് ഉദാഹരണമാണ്. ഒന്നാം വായനയിൽ ഏലിയ പ്രവാചകൻ തളർന്നു പോകുമ്പോൾ ഭക്ഷണം എത്തിച്ച് അതിൽ നിന്നും ശക്തി പ്രാപിച്ച്
ദൈവത്തിൻ്റെ ഹോറബ് മലയിൽ എത്തിച്ചേർന്നതുപോലെ ജീവൻ്റെ അപ്പമായ ദിവ്യകാരുണ്യം മുടങ്ങാതെ കൃപയോടെ സ്വീകരിച്ച് നമുക്കും നിത്യജീവൻ സ്വന്തമാക്കാം. ക്രിസ്തുവിനെ അനുകരിച്ച് ലോകത്തെ സുന്ദരമാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.